തിരുവനന്തപുരം മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഇതൊരു ചെറിയ പ്രശ്നമല്ല എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. അത് ശ്രീ സതീഷ് വസന്തിനെ പോലും കൺവിൻസ് ചെയ്യിക്കാനായിട്ട് മേയറിന് സാധിച്ചിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് വലിയ സഹതാപമാണ് തോന്നുന്നത്. കാരണം ഇത് സ്ത്രീത്വത്തിനെതിരെ ഉള്ള ഒരു ആക്രമണം എന്ന നിലയ്ക്കും അശ്ലീലമായിട്ടുള്ള ചില ചേഷ്ടകൾ കാണിച്ചു എന്നുമൊക്കെയാണ് അവരുടെ ആരോപണം. അപ്പോൾ അത് തീർച്ചയായിട്ടും അവിടെ നടന്നിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ചെറിയ ഒരു കാര്യമല്ല. അപ്പോൾ ശ്രീ സതീഷ് വസന്ത് പോലും അത് വിശ്വസിക്കുന്നില്ല എന്ന നിലയ്ക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതൊരു ചെറിയ പ്രശ്നം തന്നെയാണ്, അതൊരു വാക്ക് തർക്കമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നേരെ മറിച്ച് ശ്രീമതി ആര്യ രാജേന്ദ്രൻ ആവർത്തിച്ച് പറയുന്നത് ഇതൊരു വാക്ക് തർക്കത്തിന്റെ പ്രശ്നമോ ഓവർ സ്പീഡിങ്ങിന്റെ പ്രശ്നമോ സൈഡ് കൊടുക്കാത്തതിന്റെ പ്രശ്നമോ അല്ല, അതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നാണ്. എന്തായാലും ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഇവരെ ഈ ആരോപിച്ചിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നടന്നു എന്ന് കരുതിക്കോളൂ. അതിപ്പോ അമിത വേഗമായിക്കോട്ടെ, അല്ലെങ്കിൽ സൈഡ് കൊടുക്കാൻ സമ്മതിക്കാത്തതായിക്കോട്ടെ, ഇനി അതുമല്ല എങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള ചേഷ്ടകൾ കാണിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ആരെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്? അത് തിരുവനന്തപുരം മേയറായിട്ടുള്ള ആളെയാണ്. അവര് തന്നെ പറയുന്നത് പോലെ അവരുടെ സഹോദരന്റെ ഭാര്യയുമാണ്. അപ്പൊ അങ്ങനെ രണ്ടാൾക്കാർ, വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് തിരുവനന്തപുരം മേയർ. തിരുവനന്തപുരം മേയറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു തെറ്റായിട്ടുള്ള സമീപനം കണ്ടു, അങ്ങനെയുള്ള ഒരു മോശമായിട്ടുള്ള പെരുമാറ്റം ഒരാളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എങ്കിൽ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു മേയറാണെങ്കിൽ ചെയ്യേണ്ടത് അന്നേ ദിവസം തന്നെ ഇതിന് KSRTCക്കും പോലീസിനും പരാതി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ റോഡിൽ തടഞ്ഞു നിർത്തുക എന്നുള്ളതല്ല. നേരെ മറിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇന്ന ബസ്സാണ്, ഇന്ന സമയമാണ്, ഇന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുക. ആ പരാതി കൊടുക്കുമ്പോൾ ഇത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായും അന്നേ ദിവസം തന്നെ അയാൾ ഡ്യൂട്ടി അവസാനിപ്പിക്കുന്ന സമയത്ത് തമ്പാനൂർ ബസ് ഡിപ്പോയിൽ നിന്ന് തന്നെ അയാളെ പൊക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അപ്പൊ അതൊരു പ്രിവിലേജിന്റെ വിഷയമാണ്. അങ്ങനെ ഒരു പ്രിവിലേജ് ഉള്ള ഒരാൾ തന്നെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പോലും തിരുവനന്തപുരം മേയർ എന്ന നിലയ്ക്കാണ് ആ പരാതി പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം മേയർക്ക് അങ്ങനെ ഒരു പരാതി കൊടുത്തുകൊണ്ട് അന്ന് രാത്രിയിൽ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള എല്ലാവിധ സാഹചര്യവും അവിടെ ഉണ്ടായിട്ടും എന്തിനാണ് സിനിമ സ്റ്റൈലിൽ ഒരു ഷോ അവിടെ കാണിച്ചത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. അവിടെ ബസ് തടഞ്ഞു നിർത്തേണ്ടുന്ന ആവശ്യമുണ്ടോ? ബസ് അവിടെ തടഞ്ഞു നിർത്തുമ്പോൾ നമുക്കറിയാം, ഒരു ബസ്സിൽ, മൂവിംഗ് ബസ്സിൽ ഒരു സ്ത്രീക്കെതിരെ എന്തെങ്കിലും ഒരു അതിക്രമം നടന്നു, തീർച്ചയായിട്ടും ബസ് അവിടെ തടഞ്ഞു നിർത്തണം. അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മോഷണമോ മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവമോ ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് തടഞ്ഞു നിർത്തണം. അവിടെ സാക്ഷികളുണ്ടാവും, ആരോപണ വിധേയരായിട്ടുള്ള ആളുണ്ടാവും, പ്രതിസ്ഥാനത്തുള്ള ആളുണ്ടാവും. ഇതെല്ലാം തന്നെ നമുക്ക് തീർപ്പ് കൽപ്പിക്കാം. നേരെ മറിച്ച് ഇത് ഞാൻ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് ഒരാളിന്റെ ഭാഗത്തു നിന്ന് മാത്രമുള്ള, മറ്റാർക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള, കൊറാബറേറ്റ് ചെയ്യാനുള്ള എവിഡൻസ് ഇല്ലാത്ത ഒരു വിഷയമാണ്. അതിന്റെ എവിഡൻസ് ഒക്കെ വരണം. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് റോഡിന്റെ നടുക്ക് ഇതേപോലെ ബസ് കുറുകെ കൊണ്ടുപോയി നിർത്തിയതിനു ശേഷം അത് തടഞ്ഞു നിർത്തേണ്ടത് ആവശ്യമുണ്ടായിരുന്നില്ല. പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബസ്സാണ്, ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ബസ്, ഡ്രൈവറും കണ്ടക്ടറും ഉള്ളതാണ്. തന്നെയുമല്ല ആ ട്രിപ്പ് അവസാനിക്കേണ്ടത് തമ്പാനൂരാണ്. അപ്പൊ തമ്പാനൂരിൽ ആ ട്രിപ്പ് അവസാനിപ്പിക്കേണ്ടുന്ന സമയത്ത് അവിടെ ആ ഒരു ട്രിപ്പിന്റെ അവസാന സമയം വരെ തന്നെ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആൾക്കാരെ വഴിയിൽ ഇറക്കി വിടേണ്ടുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ആ ഇറക്കി വിടുന്ന ആൾക്കാരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് രാത്രി 10:15 സമയത്ത് ആരും നോക്കണ്ടേ? അതിൽ സ്ത്രീകളുണ്ടെങ്കിലോ, അതിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിലോ അവരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് നോക്കണ്ടേ? എന്നെ എന്തെങ്കിലും ഒരു ആംഗ്യം കാണിച്ചു, അതുകൊണ്ട് ഈ ബസ് ഇവിടെ കിടക്കട്ടെ എന്നൊരാൾ തീരുമാനിച്ചാൽ മറ്റുള്ള ആൾക്കാർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാണോ പറയേണ്ടത്? അപ്പൊ ഇവിടെ ബസ്സിന്റെ ട്രിപ്പ് മുടക്കുക എന്ന് പറയുന്നതും സിനിമാ സ്റ്റൈലിൽ ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറയുന്നതും എല്ലാം തന്നെ ഗുരുതരമായിട്ടുള്ള മോട്ടോർ വാഹന നിയമത്തിന്റെ ലംഘനമാണ്. അത് തന്നെയുമല്ല, KSRTCക്ക് തന്നെ വളരെ തെറ്റായിട്ടുള്ള, ഒരു സർക്കാർ ജീവനക്കാരനെ ഡ്യൂട്ടി സമയത്ത് കൃത്യനിർവഹണം നടത്തി എന്ന രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഈ പ്രശ്നം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഡ്രൈവർ പോലീസിൽ ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വന്നതിന് ശേഷവും ഒരു കേസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള ഒരു ഡിലേ അവിടെ ഉണ്ടായിരിക്കുന്നതിനെ പറ്റി യാതൊരു വിധത്തിലുള്ള വിശദീകരണവുമില്ല. അവിടെയുള്ള യാത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടിനെ പറ്റി അഡ്രസ് ചെയ്യാനായിട്ട് ആരുമില്ല. സീബ്ര പാർക്കിംഗ് അല്ലെങ്കിൽ സീബ്ര ലൈനിൽ അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യുകയാണ്. ആ പാർക്ക് ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി ചോദിക്കാനായിട്ട് ആരുമില്ല. ഇടതുവശം ചേർന്ന് ഓവർടേക്ക് ചെയ്യുകയാണ്, അതിനെപ്പറ്റി ചോദിക്കാനായിട്ട് ആരുമില്ല. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പോലീസ് ഏമാന്മാരാണെങ്കിലും മോട്ടോർ വാഹന വകുപ്പിലെ ഏമാന്മാരാണെങ്കിലും മുക്കിന് വീഡിയോ ചെയ്തിട്ട് ഇവരുടെ എല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇട്ടിട്ട് വളരെ വലിയ രീതിയിലുള്ള അവബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് ക്ലാസ് എടുക്കുകയാണ്. ആൾക്കാരെ എങ്ങനെ ഏത് വശത്തുകൂടി വാഹനം ഓടിക്കണം, എവിടെ വെച്ച് വാഹനം ഓവർടേക്ക് ചെയ്യണം, ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോകൾ ഇങ്ങനെ ഇടുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള സെനാരിയോ വീഡിയോസ് ഇവരുണ്ടാക്കി ഇടുകയാണ്. പക്ഷേ റിയൽ ലൈഫിൽ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരു കേസും എടുക്കുന്നില്ല.